ഗായകൻ എന്നതിനു പുറമെ അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവായുമെല്ലാം MG ശ്രീകുമാർ സജീവമാണ്. മലയാളികൾക്ക് MG ശ്രീകുമാർ തങ്ങളുടെ പ്രിയപ്പെട്ട MGയാണ്. MG ശ്രീകുമാറിനെ അറിയുന്നവർക്കെല്ലാം തന്നെ ഭാര്യ ലേഖ ശ്രീകുമാറിനെയും അറിയുവാൻ കഴിയും. ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം സിനിമാ കഥ പോലെ സംഭവ ബഹുലവുമാണ്. അതേസമയം തന്നെ മിക്ക സെലിബ്രിറ്റികളെ പോലെയും സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ഗോസിപ്പുകളും കുപ്രചരണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് MG ശ്രീകുമാറിനും ലേഖ ശ്രീകുമാറിനും. ഇപ്പോഴത്തെ തങ്ങളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെ തുറന്നടിക്കുകയാണ് ലേഖ ശ്രീകുമാർ. മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ലേഖ ശ്രീകുമാർ തന്റെ മനസ്സ് തുറക്കുന്നത്. തങ്ങളെക്കുറിച്ച് വന്ന വ്യാജ വാർത്തകൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ലേഖ ശ്രീകുമാറിന്റെ വിമർശനം. എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഗോസിപ്പ് വാർത്തകൾ എഴുതപ്പെടുന്നതെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ലേഖ ശ്രീകുമാർ. എന്തിനാണ് ആളുകൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് തനിക്കറിയില്ല, തനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നും ലേഖ ശ്രീകുമാർ പറയുകയാണ്. തങ്ങൾ ഒരിക്കൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ചുറ്റും. ആളുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതൊക്കെ പതിവുമാണ്. എന്നാൽ പക്ഷേ ആ ഒരു ഫോട്ടോ വെച്ച് ഒരു മാസികയിൽ വന്നത് MG ശ്രീകുമാർ പുതിയ വീട് വാങ്ങി കൊട്ടാര സദൃശ്യമായത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തുമാത്രം വിവരക്കേടാണത്. വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണ് ആളുകൾ. എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ സാരമില്ല എന്നും ലേഖ ശ്രീകുമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ മകൾ പ്രസവിച്ചു, അത് നമ്മൾ ആരെയും അറിയിക്കാതെ US പോയിന്ന്. അതിലെന്താണ് തെറ്റുള്ളത്? പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കുമല്ലോ. അതും അവൾ 19ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. എന്നോ പ്രസവിച്ചതുമാണ് അവൾ. ഇന്നു മാത്രമാണ് MG ശ്രീകുമാറും ഭാര്യയും ആരെയും അറിയിക്കാതെ അമേരിക്കയിലേക്ക് വാർത്ത വരുന്നത് എന്നുമൊക്കെ താരപത്നി പറയുകയാണ്. അതുപോലെ തന്നെ കുറെ കാലം മുൻപ് പറഞ്ഞത് കുട്ടിയെ കാണിക്കുന്നില്ല എന്നായിരുന്നു. കുട്ടിയെ പുറത്തു കാണിക്കാതിരിക്കാൻ കുട്ടി എന്തെങ്കിലും വസ്തുവാണോ എന്നും വിമർശന രൂപേണ ലേഖ ശ്രീകുമാർ ചോദിക്കുകയാണ്. തന്റെ മകൾ പഠിച്ചത് തിരുവനന്തപുരത്താണ്. മകളുടെ കല്യാണത്തിന് മലയാള സിനിമയിൽ നിന്നും അടക്കമുള്ള ഒട്ടുമുക്കാലും ആൾക്കാരും ഉണ്ടായിരുന്നു. മോഹൻലാലും പ്രിയദർശനും ലിസിയും ഒക്കെ മകളുടെ വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ കല്യാണമായിട്ട് തന്നെയാണ് മകളുടെ വിവാഹം നടത്തിയത്. ഇതൊക്കെ ചുമ്മാതെ എഴുതിയുണ്ടാക്കുകയാണ് ആളുകളെന്നും വെറുതെ വിവരക്കേട് വിളിച്ചു പറയുകയാണെന്നും ലേഖ ശ്രീകുമാർ പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു അഭിമുഖത്തിൽ തന്റെയും MG ശ്രീകുമാറിന്റെയും പ്രണയത്തെക്കുറിച്ചും ലേഖ ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി MG ശ്രീകുമാർ കാത്തിരുന്നതിനെ കുറിച്ചാണ് ലേഖ ശ്രീകുമാർ സംസാരിക്കുന്നത്. 14 വർഷവും താൻ വിവാഹം വേണ്ട എന്ന് വെച്ചത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. താൻ തന്റെ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ്. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ ജനിച്ച മകളാണ് അവൾ. മകളും താനും സുഹൃത്തുക്കളെ പോലെയാണ്. അവൾ അന്ന് ഊട്ടിയിൽ പഠിക്കുന്ന സമയമായിരുന്നു. അവളുടെ എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് നോക്കിയിരുന്നത്. അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നതായിരുന്നു തന്റെ ആഗ്രഹം. അതല്ലാതെ സ്നേഹിച്ച ഒരാളെ കല്യാണവും കഴിച്ചു മകളെ നോക്കാതെ പോകുവാൻ തനിക്കെന്ന് ആകില്ലായിരുന്നുവെന്നാണ് ലേഖ ശ്രീകുമാർ പറയുന്നത്. എന്നാൽ മകളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം താൻ രണ്ടാമതായി MG ശ്രീകുമാറിനെ വിവാഹം കഴിച്ചുവെന്നും ലേഖ ശ്രീകുമാർ പറയുന്നുണ്ട്. ആ ഒരു 14 വർഷവും ശ്രീകുട്ടൻ തനിക്കായി കാത്തിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു നിമിത്തമായിരിക്കണമെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹത്തിന് എഴുതിവെച്ച ആളായിരിക്കണം താനെന്നും ലേഖ ശ്രീകുമാർ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ കാത്തിരിക്കണമെന്ന് താൻ ഒരിക്കലും ശ്രീകുട്ടനോട് പറഞ്ഞിട്ടില്ല എന്നും ലേഖ ശ്രീകുമാർ പറയുന്നുണ്ട്. ഇതിനിടെ ഒരുപാട് വിവാഹാലോചനകൾ MG ശ്രീകുമാറിന് വന്നിരുന്നു. ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിക്കട്ടെ എന്ന് കരുതി താൻ 3 മാസം US വരെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഏത് പെണ്ണിനെ കാണുമ്പോഴും നിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്നായിരുന്നു. തന്റെ ജീവിതത്തിൽ നീയല്ലാതെ വേറൊരു പെണ്ണില്ല എന്നാണ് MG ശ്രീകുമാർ തന്നോട് പറയുമായിരുന്നുവെന്നും ലേഖ ശ്രീകുമാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ MG ശ്രീകുമാറിനോടൊപ്പം എല്ലാ വേദികളിലും ലേഖ ശ്രീകുമാറും എത്താറുണ്ട്. പൊതുവേദികളിൽ ഒരുമിച്ചല്ലാതെ ഇരുവരെയും കാണുക പോലും ചുരുക്കമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.